ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് പോയി കുറേ മാങ്ങയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണല്ലേ, ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എണ്ണമാങ്ങ അച്ചാർ. ഇതൊരു പഴയ കാലത്തായിട്ട് തന്നെയാണ്, കാര്യം ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പം ഞാനത് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പിന്നെ നമ്മുടെ മാന്യ പ്രേക്ഷകർ പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനതൊന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. പണ്ട് കാലത്തെ ഒരു ഐറ്റമാണ് ഈ എണ്ണമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. നല്ല കിളിച്ചിട്ട മാങ്ങ. ഒരു 50 കിലോ മാങ്ങയാണ് 2 ചാക്കിൻ്റെ അകത്താക്കി ആക്റ്റീവായിട്ട് വെച്ചു. ഇതിന് പോരുന്നു നല്ല നാടൻ മാങ്ങ. ഇതിപ്പോൾ ഇത്രയും മാങ്ങ ഇരിക്കുന്നപ്പോൾ നിങ്ങൾ ഇത്രയും ഒരുപാടുണ്ടെന്ന്. പക്ഷേ ഇത് റെഡിയാക്കി വരുമ്പോഴത്തേക്കുണ്ട് കൂടുന്നതിൻ്റെ പകുതിയെ കിട്ടത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് എണ്ണമാങ്ങ അച്ചാറിൻ്റെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇവിടെ കാണുമല്ലോ അല്ലേ? അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഒരു കസാരയൊക്കെ അങ്ങോട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് വേറെ വെള്ളത്തിനകത്തിടണം. തീർന്നു പിടിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല, എല്ലാ സാവകാശം അതിൻ്റെ ഒരു ചിട്ടവട്ടത്തിലൊക്കെ വേണം അത് ചെയ്തെടുക്കാൻ. കുറേശ്ശെ കഴുകി വൃത്തിയാക്കിയത് കൊട്ടക്കകത്ത് വാരുക. മാങ്ങാവത്തം കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൺ തുണിയുണ്ടോ അല്ല വൃത്തിയുള്ള ഒരു തോർത്ത് കൊണ്ടോ വല്ലതും നല്ലപോലെ തോർത്ത് വൃത്തിയാക്കണം. കാര്യം ഇതിനകത്ത് വെള്ളമായ ഒരല്പം പോലും കാണല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം നിങ്ങൾ പലരും ഇത് മേടിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആർക്കും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിത് ചെയ്ത് കാണിക്കുന്നു. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഈ സഹോദരിമാർ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള കേട്ടോ, നമുക്കൊരു സഹായത്തിന്. കാര്യം ഇത്ര മാങ്ങ ഉള്ളതല്ലേ, ഒന്ന് അരിയാനും ഇതൊന്ന് റെഡിയാക്കി തരാനും ഒക്കെ ആയിട്ടുള്ളതാണ്. എല്ലായിടത്തുള്ളവരൊക്കെ തന്നെ മാങ്ങയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് പുളി അങ്ങോട്ട് ഇടും. ഈ മാങ്ങയുടെ പേരെന്തോന്ന് അറിയാമോ? എന്തോ മാവല്ല, ആ മാങ്ങ. ഇത് നമ്മുടെ നാട്ടിലെ മാങ്ങയല്ലേ. ഇതിപ്പോൾ കയറി പറിക്കാനൊന്നും ആരും ഇല്ലല്ലോ. മാങ്ങായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെങ്ങുണ്ടായിട്ട് തേങ്ങ ഇടാൻ ആളിനെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചീകി ഇട്ട ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം അത് അരിഞ്ഞെടുക്കാൻ. കാര്യം ഒത്തിരി കനം കുറഞ്ഞ പോലെ കൂടിയും പോലെ. 50 കിലോ മാങ്ങ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇത് പെതുക്കെ ഇരുന്ന് ഇതരിഞ്ഞെടുക്കട്ടെ. ഈ എണ്ണമാങ്ങ അച്ചാർ ഇടുമ്പോഴത്തേക്ക് മാങ്ങ ഉണ്ടല്ലോ ഒരുവിധം പച്ചയായിരിക്കണം. കാര്യം പഴുത്ത മാങ്ങ ഇട്ട് ചെയ്യാനും പറ്റില്ല. ഇതേപോലെ ഇതിപ്പം ഒരു ചർച്ചയാണ്, ഇപ്പോഴത്തെ ചൂട് കാരണമൊക്കെ സംഭവിച്ചായിരിക്കും. അപ്പോൾ കുറച്ച് നേരമായി മാങ്ങ അരിച്ചിട്ട് തുടങ്ങിയിട്ട്. ഒരു ബേസിന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇടവേളകൾ ആനന്ദകരമാക്കുന്നൊക്കെ പറയത്തില്ലേ. അപ്പം നമുക്ക് ഇച്ചിരി നാരങ്ങാവെള്ളം കുടിച്ചാലും നല്ല ചൂടല്ലേ, ഇച്ചിരി ഉപ്പിട്ട് നാരങ്ങാവെള്ളം കുടിക്കുക. ഈ ചൂട് സമയത്തെന്ന് വെച്ചാൽ നാരങ്ങാവെള്ളം നല്ലതാണ്. മഴക്കാലമായി കഴിയുമ്പോൾ നാരങ്ങ ആർക്കും വേണ്ട. ചൂട് സമയത്ത് ഭയങ്കര ഡിമാൻഡാണ് നാരങ്ങയ്ക്ക്. ഇത്തിരി തണുത്ത വെള്ളം കൊണ്ട് ഇച്ചിരി ഉപ്പൂടെ അങ്ങോട്ടിട്ട് എല്ലാവരും കുടിക്കുക. കുടിക്കും. ചേച്ചി നാരങ്ങാളം ഉപ്പിട്ട് കൂടെ തന്നെ ഞങ്ങളെല്ലാവരും കൂടും. ഭയങ്കര ചൂടല്ലേ. ആഹാ, നല്ല അടിപൊളി നാരങ്ങാളം. അതെ,
നല്ല നാരങ്ങ വെള്ളമാണേ. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ടുണ്ട്, ബാക്കി ഇനി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാങ്ങയ്ക്കകത്ത് ഉപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ആദ്യമേ തന്നെ നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം. അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച ശേഷം നമുക്ക് ഒരു ഉരുളി അങ്ങോട്ട് വെക്കാം. ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ അങ്ങോട്ട് വാരിയിട്ട് വറുത്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കാണുന്നവർ ഓർക്കും എണ്ണയ്ക്കകത്തോടെ എണ്ണത്തിൽ ഈ പച്ചമാങ്ങ വാരിയിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇതിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം ഉപ്പും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ നമുക്കിതുപോലെ വറുത്തെടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് വരും. ഉപ്പുമായിട്ടെന്നങ്ങ് അരുത്തു പോകും. അതുകൊണ്ടാണ് ഉപ്പൊന്നും ഇടാതെ വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാറിടുന്ന ആ രീതിക്കല്ല ഇത് ചെയ്തത് കേട്ടോ. വളരെ വ്യത്യസ്തമായ രീതിക്ക് തന്നെയാണ് ഈ എണ്ണമാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങോട്ട് കോരി എടുക്കുക എന്നുള്ളത്. എണ്ണയൊക്കെ അങ്ങോട്ട് നിർത്തി അങ്ങോട്ട് കോരി. കാര്യം ഇതിൻ്റെ അകത്ത് ഒരല്പം പോലും വെള്ളമായി കാണില്ല ഈ മാങ്ങയ്ക്കകത്ത്. കാര്യം ഇതേപോലെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, വെള്ളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതഞ്ഞ് വരും. ഇപ്പോൾ ആ വെള്ളമായൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് ഇത് കോരി എടുക്കാമെന്നുണ്ട്. ഈ ഒരു രീതിക്ക് അല്ല പളപളന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഇതേപോലെ തന്നെ 50 കിലോ മാങ്ങയുണ്ട് വറുത്തെടുക്കാനായിട്ട്. ഇത് വളരെ സാവകാശം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം അത് ചെയ്തെടുക്കാൻ. ലാസ്റ്റത്തെയാണ് കുറേ സമയമായി കാര്യം കുറേ സാധനം വറുത്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ മാങ്ങ കംപ്ലീറ്റ് വറുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല, ഇതേപോലെ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മളൊരു 1/2 കിലോ കൂടുതൽ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ചൂടായ എണ്ണയിലോട്ട് തന്നെ ഈ വെളുത്തുള്ളി ഒന്ന് ഇട്ടെടുക്കുക. ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില അത് ഇനി ഇതങ്ങോട്ട് കോരിയിടും. ഇനിയും വേണ്ടത് മുളകാണ്. വറ്റൽ മുളക്, എരിവില്ലാത്തതും എരിവുള്ള മുളകും കൂടാണ്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. മുളകല്ലാതെ വറുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി എടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് അടുപ്പൊക്കെ നിർത്താം. ഇത് കോരി ഇങ്ങോട്ട് എടുക്കുക. ഇപ്പം നമ്മൾ 2 സൈസ് മുളകാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. എരിവുള്ളതും എരിവില്ലാത്തതൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വറുത്ത് റെഡിയാക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചോട്ട് വരട്ടെ. മുളകൊക്കെ ഇതേപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയും ആ കരിയാപ്പലയും ഒന്ന് കറക്കിയെടുത്താണ് മിക്സിക്കകത്ത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിത് ഉപ്പിട്ടല്ല റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ അകത്ത് ആദ്യം ഇടാൻ പോകുന്ന ഉപ്പാണ്. അതായത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പുപൊടിയൊക്കെ ഇട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇത് ഇളക്കിയെടുക്കണം. ഈ അച്ചാറിനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പൊക്കെ വേണം അല്ലേ? അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടിയൊക്കെ ഇട്ട് നല്ലപോലെ അടി കൂട്ടിയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കറിവേപ്പിലയും അവിടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി അത് ഇട്ട് കൊടുക്കാം. ഈ അച്ചാറിനാകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇച്ചിരി കായപ്പൊടിയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പോരാഴിക്കുണ്ടെങ്കിൽ ബാക്കി ഇട്ട് ചേർക്കാവുന്നതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്തിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, ഇതേപോലെ ഒരു ചെറിയ തൈ കുരുമുളക് പൊടി, ഒരു കുപ്പി വിനാഗിരി, കാര്യം ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കിയെടുക്കുക എന്നുള്ള, ഇത് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്തെങ്കിലും പോരാഴിക ഉണ്ടോ എന്ന് ഷംലാന്ന് കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല രുചി. ഇനി ഒന്നും ചേർക്കാനില്ല, എല്ലാം കറക്റ്റാണ്. നല്ല രുചിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ട്, മറ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് പേര് കമൻ്റ് ഇട്ടു, എണ്ണമാങ്ങ അച്ചാർ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഓരോ അവധികൾ പറഞ്ഞത് നീട്ടി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്കത് സാഹചര്യം ഒത്തു വന്നു ഈ എണ്ണമാങ്ങ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടവർക്കൊക്കെ ഇത് അയച്ചു തരാം കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് മാത്രമല്ല, മീൻ, ബീഫ്, മാങ്ങ അച്ചാർ, അങ്ങനെ മസാലപ്പൊടി, മുളക് പൊടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ നമ്പർ ചുവടെ എടുത്തേക്കാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കാൻ വേണ്ടി നമ്മളെ കൂടെ സഹായിക്കാൻ വന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരികളാക്കണേ, ഇവരോടൊക്കെ കൂടിയതുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇവരൊക്കെ ഒരു സഹായമുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം. കാര്യം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെ പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. പിന്നെ എത്ര നാൾ വേണേലും ഇതിരിക്കും. നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അരിഞ്ഞൊക്കെ കൊടുത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെയ്തത്. അല്ല, എന്നതറിയാം, ഇത് വാർത്തെടുക്കുക മാത്രമല്ല, ഇത് ഓരോന്നിനും ഓരോ രീതിക്ക് വേണം അത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവരുടെ എല്ലാവരും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടോ അല്ല ഷംഡയെ കൊണ്ടോ മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് ഇവരെല്ലാം കൂടെ നിന്നോണ്ടാണ് ഇത്. ഇവരോട് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പരിപാടി നടക്കത്തില്ലായിരുന്നു. അത് സത്യം ഒരു കാര്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മളെ പ്രേക്ഷകരുടെയൊക്കെ ഒരു സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടെ നിങ്ങളും കാണുമല്ലോ അല്ലേ ഷംല? അല്ലേ? നമ്മുടെ കൂടെ വേണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.